إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിർഭയത്വത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ സാധിക്കുക എന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ദിനേന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു രാത്രിയെങ്കിലും സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ഉറങ്ങാൻ കഴിയുകയും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ നിത്യേനയുള്ള പ്രാർത്ഥനകളിലൊക്കെ ഈ രൂപത്തിൽ സമാധാനം തേടിക്കൊണ്ട്, നിർഭയത്വം തേടിക്കൊണ്ട്, സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം നമ്മളൊക്കെ റബ്ബിനോട് ചോദിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം വർഷങ്ങൾക്ക് മുമ്പേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകരക്ഷിതാവായ റബ്ബിനോട് ചോദിച്ചൊരു സന്ദർഭമുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും കുടുംബവും മക്കയിലെത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട്, രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ, ഈ നാടിനെ നിർഭയത്വമായൊരു നാടാക്കുകയും വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് അവർക്ക് കായ്ക്കനികൾ ആഹാരമായി കൊണ്ട് നൽകുകയും ചെയ്യണമേ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. ഒന്ന്, നിർഭയത്വമുള്ള നാടാക്കി ഈ നാടിനെ നീ മാറ്റണം. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച നിർഭയത്വമാണ് ഇന്നും എന്ത് ചെയ്യുന്നത്, ആ രാജ്യവും നാടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത് കായ്ക്കനികൾ, ഉപജീവനം, റിസ്ഖാണ് ചോദിച്ചത്, ഭക്ഷണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നിർഭയത്വമാണ്, മറ്റൊന്ന് ഉപജീവനമാണ്, റിസ്ഖാണ്. നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള, കാണാപ്പാഠം അറിയുന്ന, നമ്മളൊക്കെ നിത്യേന ഓതാറുള്ള ഒരു സൂറത്തിൽ കാണാൻ സാധിക്കും, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ആരാണ് അല്ലാഹ്? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. നിങ്ങളുടെ വിശപ്പിന് പകരം നിങ്ങൾക്ക് ആഹാരം നൽകിയവനാണ് നിങ്ങളുടെ റബ്ബ്. അതുപോലെ തന്നെ വആമനഹും മിൻ ഖൗഫ്. നിങ്ങളുടെ ഭയങ്ങളൊക്കെ മാറ്റി നിർഭയത്വവും അല്ലാഹു നിങ്ങൾക്ക് നൽകി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വത്തോടു കൂടി ഒരു ദിവസം നമുക്ക് കഴിയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് റബ്ബ് നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹമാണ്. ഇന്ന് ആ നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇന്ന് കഴിയുന്നുണ്ട്. പിഞ്ചു പൈതലുകൾ അടക്കം ഒരു രാത്രി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണീരോടുകൂടി കഴിയുന്ന നാടുകളുണ്ട് നമുക്ക്. അപ്പോ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളായ ഈ സമാധാനവും നിർഭയത്വവും, നമുക്ക് വിശപ്പില്ലാതെ, പട്ടിണിയില്ലാതെ, ആഹാരം കഴിച്ചുകൊണ്ട് സുഖലോലുപതയിൽ കഴിയാനുള്ള അനുഗ്രഹം അള്ളാഹ് നമുക്ക് നൽകി. ആ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു രാജ്യത്തെ, ഒരു നാടിനെ ഉപമയാക്കി എടുത്തു പറയുന്നുണ്ട്. എന്താണ് ആ രാജ്യത്തിന്റെ കുഴപ്പം? എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്, വളറബല്ലാഹു മസലൻ ഖറിയതൻ. അല്ലാഹു ഒരു രാജ്യത്തെ ഉപമയായി എടുത്തു കാണിക്കുകയാണ്. എന്നിട്ടോ ആ രാജ്യത്തിന്റെ പ്രത്യേകത പറയുന്നു, കാനത് ആമിനതൻ മുത്മഇന്ന. അത് സുരക്ഷിതവും ശാന്തവുമായ രാജ്യമായിരുന്നു. അത് എല്ലാ നിലക്കും എല്ലാ ആളുകളും ആ നാട്ടിൽ, ആ രാജ്യത്തിൽ വളരെ സമാധാനത്തോടെ, ശാന്തിയിൽ, നിർഭയത്വത്തോടെ എല്ലാ രൂപത്തിലും അവർ അവിടെ കഴിഞ്ഞു. എന്നിട്ടോ ആ രാജ്യത്തിന് ആവശ്യമായ, ആ നാട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷണവും റിസ്ഖും മറ്റുള്ള നാടുകളിൽ നിന്ന് സുഭിക്ഷമായി ആ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതുപോലുള്ളൊരു നാടിനെ കുറിച്ച്. പട്ടിണിയില്ലാതെ സമാധാനത്തിൽ, സന്തോഷത്തിൽ, വളരെ ആർഭാടത്തിൽ, സൗകര്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ? പട്ടിണിയില്ലാതെ ജീവിതം മുഴുവനും നീങ്ങിപ്പോകണം,
സമാധാനത്തോടുകൂടി എന്നെന്നും കഴിയാൻ നമുക്ക് സാധിക്കണം. ഇത് രണ്ടും നമ്മൾ തേടുന്ന ആഗ്രഹിക്കുന്ന വിഷയമാണ്. അള്ളാഹ് അതുപോലുള്ള ഒരു അനുഗ്രഹം ഒരു രാജ്യത്തിന് കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫകഫറത് ബിഅൻഉമില്ലാഹ്. അള്ളാഹ് അവർക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ ധിക്കരിച്ചു കളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു. ഫഅദാഖഹു അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. ഇത്ര നാൾ സുഭിക്ഷമായി സുഖലോലുപതയിൽ വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടന്നിരുന്ന ജീവിച്ചിരുന്ന ആ നാട്ടിൽ അള്ളാന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞപ്പോൾ പിന്നീട് വിശപ്പിന്റെയും പട്ടിണിയുടെയും അത് ഭയത്തിന്റെയും വസ്ത്രം ആ നാടിനെ അണിയിപ്പിച്ചു എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിർഭയത്വവും സമാധാനവും ഉപജീവനവും അള്ളാഹ് നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനമായ അനുഗ്രഹ. എന്തിനു വേണ്ടി? ബിഅൻഉമില്ലാഹ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് ആ അനുഗ്രഹം നൽകിയ റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹമാണത്. ഈ അനുഗ്രഹത്തെ നമ്മൾ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന വിഷയം അതാ. നമ്മളൊക്കെ തേടുന്നുണ്ടല്ലോ നിർഭയത്വത്തിന് വേണ്ടി, നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി, പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ നിത്യേന അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ ഈ രൂപത്തിലുള്ള ജീവിതമായി മുന്നോട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനോട് ചെയ്യേണ്ടുന്നത് എന്താണ്? ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായി മാറുക എന്ന. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ഏറ്റവും വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞതും ഈ പറയുന്ന നിർഭയത്വവും ആഹാരവും ഉപജീവനവുമാണ്. അത് രണ്ടും നമുക്ക് ആ റബ്ബ് ലാവിഷായി സുഖലോലുപതയിൽ കഴിയാൻ വേണ്ടി അത്രമാത്രം അള്ളാഹ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല, റബ്ബിനോട് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് നീ നിർഭയത്വം തരണേ, എനിക്ക് നീ ഉപജീവന മാർഗം വിശാലമാക്കി തരണേ എന്ന് പറയുമ്പോൾ അത് ചോദിക്കാനുള്ള യോഗ്യത നമുക്ക് എന്തുണ്ട്? അള്ളാഹിനോട് വേണ്ടുന്ന രൂപത്തിലുള്ള നന്ദിയുള്ള ഒരു അടിമയായി നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം, നഫ്സിനോട് ചോദിച്ചു നോക്കണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ പറയുന്നില്ല നിർഭയത്വമാണ് ഏറ്റവും വലിയ അനുഗ്രഹം, സമാധാനത്തോടു കൂടി കഴിയുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സമാധാനം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒരേ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുകയാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹ് പറയാ, അല്ലദീന ആമനു, ഈമാനുള്ളവരായി. നമ്മളൊക്കെ ഈമാനുള്ളവരാണ്. ആ ഈമാൻ നിലനിർത്താൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. എന്താണ് ഈമാൻ? ആ ഈമാൻ എന്താണെന്നുള്ളത് വിശാലമായി നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. ആ ഷഹാദ എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അല്ലാഹ് പറയാണ്, അല്ലദീന ആമനു, നിങ്ങളൊക്കെ ഈമാനുള്ളവരായല്ലോ. ആ കൃത്യമായി ഈമാനുള്ളവരായതിനു ശേഷം വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ ഈമാനിൽ അന്യായവും അതിക്രമവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉലൈക ലഹുമുൽ അംന്, അവൻക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവൻ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവൻ. അപ്പൊ യഥാർത്ഥമായ നിർഭയത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈമാനിൽ എന്തുണ്ടാകണം? ഒരു കാരണവശാലും ഈ രൂപത്തിലുള്ള അതിക്രമവും അന്യായവും കൂട്ടിക്കലർത്താത്തവനായി മാറണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുപോയി നടക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടി അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ, കറകളഞ്ഞ തൗഹീദിൽ യാതൊരു വിധത്തിലുമുള്ള അതിക്രമമോ അന്യായമോ കലർത്താതിരിക്കാൻ അവന്റെ ഈമാനിനെ പരിശുദ്ധമാക്കപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നു പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് നിർഭയത്വം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാൻ കൈക്കൊണ്ടവരായ ആളുകളുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരായ ആളുകൾ, എന്നിട്ടോ വഅമിലുസ് സാലിഹാത്ത്, ആ ഈമാനിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സകലമാന സൽക്കർമ്മങ്ങളും ചെയ്തു കൊണ്ടുപോകുന്നവരായ ആളുകൾ. ഈമാനിനെ നിലനിർത്താൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയെ നിലനിർത്താൻ വേണ്ടിയാണ് ഒരു മുസ്ലിം കൃത്യമായി 5 നേരം നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തിലൂടെ അവന്റെ ഈമാനിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നത് മുഴുവനും എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ, ഷഹാദയെ, ഈമാനിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ആ ഈമാൻ. നമ്മൾ ചിന്തിക്കുക, ആ ഈമാനിനെ നിലനിർത്താൻ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ റബ്ബിന് വേണ്ടി ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ഇബാദത്തുകളും അമലുകളുമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കണം. എത്രമാത്രമുണ്ട് നമുക്ക് അള്ളാഹ് നൽകിയ ആ ഈമാനിന് എത്രമാത്രം പവിത്രതയും പരിശുദ്ധിയും ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹ് പറയാ, ഈ രൂപത്തിൽ ഈമാൻ കൈക്കൊണ്ടവരായ ആളുകൾ, അതിനെ നിലനിർത്താൻ വേണ്ടി അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നവരായ ആളുകൾ, ഇവർക്ക് അള്ളാഹു 3 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വാഗ്ദാനം? ഒന്നാമത്തെ വാഗ്ദാനം, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലികും. അവരുടെ മുമ്പുള്ളവർക്ക് ഈ ദുനിയാവിൽ, ഭൂമിയിൽ എങ്ങനെയാണോ അള്ളാഹ് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് അതേ പ്രകാരം അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹ് അതിനുള്ള ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. രണ്ടാമത്തെ വാഗ്ദാനം, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. അവർക്ക് അള്ളാഹ് തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള ദീനുണ്ടല്ലോ, ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മുഴുവൻ സ്വാധീനവും അള്ളാഹ് എന്ത് ചെയ്യും? ഈ ദുനിയാവിൽ അവർക്ക് നൽകും. മൂന്നാമതായി അള്ളാഹ് പറഞ്ഞു, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭയപ്പാടുകൾക്ക് പകരമായി അള്ളാഹ് അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് ദുനിയാവിൽ എന്താ വേണ്ടത്? ഭൂമിയിൽ അള്ളാഹ് പ്രാതിനിധ്യം നൽകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സകലമാന സ്വാധീനവും അള്ളാഹ് നൽകാമെന്ന് പറഞ്ഞു. അവരുടെ എല്ലാ ഭയവും മാറ്റി അവർക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗകര്യവും കൊടുക്കാമെന്ന് അള്ളാഹ് പറഞ്ഞു. ഈ 3 വാഗ്ദാനങ്ങൾ അള്ളാഹ് അവരോട് വഅദ ചെയ്യുന്നതാണ്, വാഗ്ദാനം ചെയ്യുന്നതാണ്. ആരോട്? ഈമാനുള്ളവരായ ആളുകൾ, ആ ഈമാനിനെ നിലനിർത്താൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരായ, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നവരായ ആളുകൾ. ഇനി ഈ ഈമാനുള്ള ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. യഅ്ബുദൂനനി, അവർ എന്നെ ആയിരിക്കും ആരാധിക്കുന്നത്. അല്ലാഹ് പറയാ, ഈമാനുള്ളവരായ ആളുകൾ, ഈ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നവരായ ആളുകൾ, യഅ്ബുദൂനനി, അവർ ആരാധിക്കുന്നത് എന്നെ മാത്രമായിരിക്കും. ലാ യുശ്രികൂന ബി ശൈആ, അവർ ഒന്നിനെയും എന്നിലേക്ക് പങ്കു ചേർക്കുകയും ഇല്ല. വമൻ കഫറ ബഅദ ദാലിക, ഇനി ആരെങ്കിലും ആ ഈമാൻ കൈക്കൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ജീവിക്കുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ധിക്കാരികൾ എന്ന് അല്ലാഹ് പറയാ. ഒന്ന് ആലോചിച്ചു നോക്കി, നമുക്ക് അല്ലാഹ് ഈമാൻ നൽകി, യാതൊരു വിധത്തിലുമുള്ള അതിക്രമങ്ങളിലേക്ക് പോകാതെ അള്ളാഹ് നമുക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട് സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോരാണ്. എന്നിട്ടും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന, അള്ളാഹിനോട് തേടുന്ന വിഷയത്തിൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അതിക്രമവും അന്യായവും കൂട്ടിക്കലർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ വലിയ ധിക്കാരി മറ്റാരാണ് സുഹൃത്തുക്കളെ ഉള്ളത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അതിലേക്ക് ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വലിച്ചിഴച്ചു കൊണ്ടുവരാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പരിശുദ്ധമാക്കി നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. ലോകത്തിലേക്ക് 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ മുഴുവനും ഓരോ സമുദായത്തിലേക്കും വന്നുകൊണ്ട് അവരെന്താണ് കൽപ്പിച്ചത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തീർച്ചയായും ഓരോ സമുദായങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹ് ദൂതന്മാരെ, റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാനെ ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. വജ്തനിബുത് ത്വാഗൂത്ത്, ദുർമൂർത്തികളെ നിങ്ങൾ വെടിയുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവനാകണം ഒരു വിശ്വാസി. അതോടൊപ്പം തന്നെ യാതൊരുവിധ ദുർമൂർത്തികളെയും അതിക്രമകാരികളെയും അന്യായവും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക്, അള്ളാനെ ആരാധിക്കുന്ന വിഷയത്തിലേക്ക് കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാർ മുഖേന മുഴുവൻ സമുദായങ്ങളിലേക്കും അറിയിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫാൻ. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ.
രാവിലെയാകുന്നു, രാത്രിയാകുന്നു, പിറ്റേ ദിവസവും ഇങ്ങനെ സൂര്യൻ കറങ്ങിക്കൊണ്ട് രാവും പകലും കൃത്യതയനുസരിച്ചുകൊണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നു. അവനാണ് ആ രാപ്പകലുകളെ മാറി മാറി വരുന്നവനാക്കിയവൻ. എന്തിനു വേണ്ടി? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, ഒന്നല്ലെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനെ മനസ്സിലാക്കി അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് നൽകിയതാണ് ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ, അനുഗ്രഹങ്ങൾ. സഹോദരങ്ങളെ, അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ ആലോചിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം, ചിന്തിക്കണം. ആരെക്കുറിച്ച്? ഈ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബുൽ ആലമീനായ ഏകനായ റബ്ബിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് മനുഷ്യൻ അന്വേഷിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, തിരിച്ചറിയണം. എന്നിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനായി നമ്മൾ മാറണം. എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹ് നൽകിയത്? സൂര്യനെയും ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് അത് കൊണ്ടുപോയി എത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകളുണ്ട്. ചെറുപ്പകാലങ്ങളിൽ ആക്സിഡന്റുകളും മറ്റും അപകടങ്ങളും സംഭവിച്ച് കിടന്ന കിടപ്പിലായി പോകുന്ന ആളുകളുണ്ട്. വർഷങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകളുണ്ട്. പല രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും ആരോഗ്യവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യന്മാർ പതറിപ്പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹ് പറയുന്നുണ്ട്, അല്ലദീന ഇദാ അസാബതഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്റെ ജീവിതത്തിൽ തന്നെ വിറപ്പിക്കപ്പെടുന്ന, തന്നെ പ്രയാസപ്പെടുത്തുന്ന, തകർന്നു പോകുമാർ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി ക്ഷമ അവലംബിക്കുകയും വിശ്വാസികളായ ആളുകൾ പറയുകയും ചെയ്യുമെന്ന്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണെന്ന് പറയുകയും ചെയ്യും. അല്ലേ? നിങ്ങൾ എന്തിനാ നമസ്കരിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി. നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി. നിങ്ങൾ എന്തിനാ ഈ രൂപത്തിൽ തഖ്വയിൽ, സൂക്ഷ്മതയിൽ, നിങ്ങൾക്ക് എത്രമാത്രം ഏതെല്ലാം തിന്മകളിലേക്ക് വഴിമാറി സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടും ആ തിന്മയുടെ കൂരാക്കൂരിട്ടിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊക്കെ പറയാനുള്ള ഉത്തരം അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരുമാണ് എന്നുള്ള ആ ഒരു വിശ്വാസവും ബോധ്യവും നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബിനുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചോദിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗാംഭീര്യവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? ഇന്ന റബ്ബക ലശദീദ്, അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ റഹീമുൻ, ഇന്നല്ലാഹ റഹ്മാനുൻ റഹീം, പരമകാരുണികനാണ്, കരുണാനിധിയാണ്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. യഅലമു മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലെ അകത്തളങ്ങളിൽ ഉള്ളതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹ്. ഏതെല്ലാം എവിടെയെല്ലാം കൊണ്ടുപോയി വച്ചാലും, ആരെല്ലാം കാണില്ല കേൾക്കില്ല എന്ന് ചിന്തിച്ചാലും ഇതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? ആ റബ്ബിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്? സഹോദരങ്ങളെ, ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد.
റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ തഖ്വയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെല്ലാത്തിനും പരിഹാരം നൽകുന്നവൻ ഏകനായ റബ്ബ് മാത്രമാണ്. ആ റബ്ബിനല്ലാതെ, അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടിക്കോ ശക്തിക്കോ നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നിനും ഒരു പരിഹാരവും കണ്ടെത്താൻ ഈ സൃഷ്ടികളിൽ നിന്നൊരു പടപ്പിനും സാധ്യമാകൂല എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ തൗഹീദിന് വിരുദ്ധമായ, റബ്ബിന് തൃപ്തികരമല്ലാത്ത, അള്ളാഹു അല്ലാത്ത മറ്റുള്ള മാർഗങ്ങളെ അവലംബിക്കുന്നവരായ ആളുകൾ നമുക്ക് ചുറ്റുമെമ്പാടുമുണ്ട്, ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും. നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർള്. കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ പ്രയാസം നീക്കിക്കൊടുക്കുന്നവൻ അല്ലാഹയല്ലാതെ മറ്റാരുണ്ട്? അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവും ഉണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് അല്ലാഹ് പറയാം. നമ്മളൊരു പ്രയാസം വരുമ്പോൾ, നമ്മുടെ കാര്യം നമ്മൾ വിളിച്ചു തേടുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹയല്ലാതെ മറ്റാരാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാനുള്ളത്? അള്ളാഹുവോടൊപ്പം വേറെ വല്ല ഏതെങ്കിലും ഒരു ദൈവങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന് പകരമായി നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുന്നവൻ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമയ്ക്ക് അല്ലാഹ് പോരെ എന്ന ചോദിക്കുന്നത്. ഒരടിമയ്ക്ക് അല്ലാഹ് പോരെ? അതേ എന്ന് പറയാൻ സാധിക്കുന്ന കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളായി, മുവഹിദുകളായി, മുത്തഖീങ്ങളായി, മുഅ്മിനുകളായി മാറാൻ നമുക്ക് കഴിയണം. നമ്മളോട് ചോദിക്കാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നിങ്ങൾക്ക് അല്ലാഹ് പോരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മറുപടി? അതേ എന്ന് പറയോ? അതല്ല അള്ളാഹുവോടൊപ്പം ഇന്നയാൾ കൂടി വേണം എന്ന് പറയോ? ചില ആളുകളുണ്ട്, അള്ളാഹ്ക്ക് പുറമെ മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള ആ ഖബറിൽ കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ആ ഖബറാളിയോട് തേടുന്നവൻ. 3 രൂപത്തിലാണ് അവിടെ ആ ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്ന, ഖബറിൽ പോയി സഹായം തേടുന്ന ആളുകളുടെ ചിന്തകൾ വരുന്നത് 3 രൂപത്തിലാണ്. എന്താണ് അവരുടെ ചിന്തകൾ? ഒന്ന്, ആ ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. എന്റെ പ്രയാസങ്ങൾ മാറ്റണേ, എന്റെ അസുഖം മാറ്റണേ, എന്റെ ദുരിതങ്ങൾ മാറ്റണേ, എന്റെ കഷ്ടപ്പാടുകൾ മാറ്റി നല്ലൊരു ജോലി തരണേ, നല്ലൊരു സാമ്പത്തിക ചുറ്റുപാട് തരണം, നല്ലൊരു കുടുംബം തരണം, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നു മക്കളെ തരണം. ഇങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ആ ഖബറാളിയോട് ചോദിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, അവൻ ശിർക്കിലാണ്, നരകത്തിന്റെ വക്താവാണ്. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അള്ളാഹുവിലേക്കുള്ള അടുപ്പം ലഭിക്കാൻ വേണ്ടി മക്ബറകളിലേക്ക് പോകുന്നവൻ. ഈ മക്ബറകളിൽ പോയി, ജാറത്തിങ്ങൾ പോയി അവിടെയുള്ള ഷെയ്ഖിനെ, വലിയനെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്കുള്ള അടുപ്പം ലഭിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ പോകുന്നവരായ ആളുകൾ, അതും ഷിർക്കിന്റെ വഴികൾ തന്നെയാണ്, ഷിർക്ക് തന്നെയാണ്. മൂന്നാമതായി പോകുന്ന ആളുകൾ തങ്ങളുടെ കാര്യം റബ്ബിലേക്ക്, റബ്ബിനോട് പറയണമെന്ന് അവരോട് പറയാൻ വേണ്ടി പോകുന്നവരായ ആളുകൾ, ഒരു ശുപാർശകനായി അവരെ കണ്ടുകൊണ്ട്, ഒരു ഇടയാളനായി അവരെ കണ്ടുകൊണ്ട് ആ വഴിയിൽ വസീലയായി തേടിപ്പോകുന്നവരായ ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഏതെല്ലാം രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാലും ഈ രൂപത്തിൽ എന്താണ്, അവർ ഷിർക്കിന്റെ മാർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യം വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുകയാണ്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അള്ളാഹിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്തവരായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത സംഭവിക്കുന്നു. അതായത് അവരോട് പറയാണ്, നിങ്ങൾ അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങളുടെ അസുഖങ്ങളെ മാറ്റി ഷിഫയാക്കി പൂർണ്ണമായ ആശ്വാസം നൽകുന്നവൻ അള്ളാഹ് മാത്രമാണ്.
നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നവൻ അള്ളാഹ് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ആളുകളുടെ മനസ്സുകൾ എന്ത് ചെയ്യും? വലിയ അസഹ്യതപ്പെടും. എന്ന് വെച്ചാൽ അള്ളാഹ് മാത്രമോ? അള്ളാഹുടെ കൂടെ ഇന്ന വലിയ കൂടി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അള്ളാഹുടെ കൂടെ ഇന്ന ഷെയ്ഖ് കൂടി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഈ ഷെയ്ഖിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് തേടിയാൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഈ രൂപത്തിലുള്ള അസ്വസ്ഥതകൾ എന്ത് ചെയ്യും? ഇവരുടെ മനസ്സുകളിൽ പ്രകടമാകും. എന്നാലോ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി വഇദാ ഹും യസ്തബ്ശിറൂൻ, അള്ളാഹുവിനോടൊപ്പം തന്നെ ഇന്ന ആളെ കൂടി നിങ്ങൾ കൂട്ടുപിടിച്ചോ, ഇന്ന ബദരീങ്ങളോട് നിങ്ങൾ തേടിക്കോ, ഇന്ന ഷെയ്ഖുകളോട് നിങ്ങൾ തേടിക്കോ, ഇന്ന തങ്ങന്മാരുടെയും ബീവിമാരുടെയും അടുക്കലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ മനസ്സുകൾ സന്തോഷപ്പെടുകയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കാൻ നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാൻ അല്ലാഹ് നമുക്ക് നൽകിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യത്തെ കൃത്യമായി വിലമതിക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അചഞ്ചലമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു കാരണവശാലും ഒരു ശിർക്കിന്റെ വശങ്ങൾ പോലും കടന്നു വരാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തൗഹീദിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിറവേറാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയണം. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനായി മാറണം. അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അല്ലാഹ് ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി പടച്ചു വച്ചിട്ടുള്ള മുഴുവൻ പടപ്പുകളെയും സൗകര്യങ്ങളെയും ഈ പ്രപഞ്ചത്തെയും കുറിച്ച് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ആ വഹ്ദാനിയത്തിൽ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ശക്തമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നുപോയാൽ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. ഷിർക്കിന്റെ വസീലയാകുന്ന ചെറുതാകുന്ന വലുതാകുന്ന എല്ലാ വശങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി നിന്നുകൊണ്ട് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ ദുരിയതൻ ത്വയ്യിബയായ സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആശ്വാസവും ശമനവും ആരോഗ്യവും സമാധാനവും സന്തോഷവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിലും വീടുകളിലുമായി കിടന്ന കിടപ്പിൽ കഴിയേണ്ടി വരുന്ന പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളുള്ള ചികിത്സകളുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും പൂർണ്ണമായ ആശ്വാസവും സമാധാനവും നിർഭയത്വവും സന്തോഷവും നമുക്കും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു നിറവേറ്റിയും നിലനിർത്തിയും തരുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ പരസ്പരം വർഷിപ്പിച്ചും വർദ്ധിപ്പിച്ചും നൽകുമാറാകട്ടെ. ദുനിയാവിന്റെ പല ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പിഞ്ചുമക്കൾ, സഹോദരിമാർ, അള്ളാഹു അവർക്കെല്ലാവർക്കും പൂർണ്ണമായ നിർഭയത്വവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ المؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.